അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 147. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിം വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പറ്റിയ ജബലുസ് തൗറിനെ പറ്റിയാണ് ഇതുവരെ വിശദീകരിച്ചത്. മക്കത്തുള്ള പിന്നൊരു പർവ്വത്താണ് ജബലു ഹിറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ പർവ്വതത്തെ മേലെ ഉള്ളങ്കത്തെ ഹിറാ ഗുഹയിലായിട്ട് ഖുർആൻ ഇറങ്ങട് ലോകത്തെ ബെൽച്ചാക്കിയങ്കത്തെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുക ഭാഗ്യ കിട്ടിയങ്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഹയായിട്ട് ഗാർ ഹിറാ. ആ ഗാർ ഹിറാ ഉള്ള പർവ്വത ജബലുന്നൂർ, ജബലു ഹിറാ ചൊല്ല പേരുമുണ്ട്. അങ്ങനെ ആ ജബലുന്നൂറിന്റെ കീല് റോഡ് തുടങ്ങുന്നവിടമേ നേരത്തെ സൗർ പർവ്വതത്തെ കീഴിലുള്ള പോലെ തങ്കത്തെ 3 ബോർഡും ഇവിടെ കാണുക സാധ്യ. അവിടെ ഈ മലക്ക് പത്തകു അനുവാദ ഇല്ല, അവിടെ നിസ്കരിക്കുക, ബാക്കി ഒരു കാര്യമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിട്ടില്ലാണ്ട് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുക ഭാഗ്യ കിട്ടിയെങ്കത്തെ ഈ പർവ്വതത്തിക്ക് പത്തകു തീറ ಅದಕ್ಕೆ പത്തക അനുവാദ ഇല്ല എന്ന് ചൊല്ലത് എത്ര വലിയൊരു ഹൃദയ ശൂന്യത്തായിട്ട് ഹൃദയത്തിൽ ഈമാനും അതുപോലെ തന്നെ സ്നേഹവും ഇല്ലാത്ത ഭാഗമായിട്ട് നമുക്ക് വിചാരിക്കാം. അതേസമയത്ത് ഈ പർവ്വതത്തിക്ക് പത്തിയെങ്കിൽ ഷിർക്കാവുക, ഈമാൻ ഊറിപ്പോവുക സാധ്യയില്ല. ഈമാൻ യാറമിയാവും ഈ പർവ്വതത്തിക്ക് പത്തിയെങ്കിൽ. കാരണം അത്രയും അത്ഭുതവും ചരിത്രമായിട്ട് ഈ ജബലന്നൂറിലുള്ള ഇതീ ലോകത്ത് ഈമാന്റെ വെളിച്ചവും സംസ്കാരത്തെ വെളിച്ചവും ബന്ധങ്കത്തെ ഏറ്റവും മഹത്വം ഉള്ളങ്കത്തെ ഗുഹയായിട്ട് ജബൽ പിന്നെ ഗാർ ഹിറാ അതുള്ള പർവ്വതമായിട്ട് ജബലന്നൂർ പ്രകാശത്തെ പർവ്വത. സൗർ പർവ്വതത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലെ എത്ര കൊറടിയായിട്ട് 270 മീറ്റർ അഥവാ 890 അടി എത്ര 600 സ്റ്റെപ്പ് തോള ഈ ഹിറാ പർവ്വതത്ത് കൊണ്ടു. മക്കത്ത് ഏകദേശം 3.2 കിലോമീറ്റർ ദൂരമായിട്ട് ഈ പർവ്വത ഉള്ളേ. അങ്ങനെ ഈ പർവ്വതത്തുക്ക് പത്തകു പറത്താകുമ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാടെ നനപ്പാവിടെ മഗ്രിബിയുടെ ടൈമിലാണ് പത്തകു പറത്തായത്. ഏകദേശം 6:30 ഗಂಟೆ ആയിട്ടുണ്ട്. ഏതായാലും ആ പർവ്വതത്തെ മുട്ട പത്തകു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 1400 വർഷத்துக்கு മുന്നത്തെ ആ സംഭവമെല്ലാം നനപ്പാവുമ്പോ നമുക്ക് ഏത് ജാവുകും ഏത് പോലും ഏത് വെയിലത്തും ഏത് മലക്കും ഈ പർവ്വതത്തിക്ക് പത്തകു ഒരു ബേജാറും ഒരു ക്ഷീണവും ആവുക സാധ്യയില്ല. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഖദീജ ബീവിക്ക് 55 വയസ്സായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സാവുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 55 വയസ്സായെങ്കിൽ ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഗുഹയുടെ മേൽക്ക് ആഹാര ഭക്ഷണ എത്തുവാട്ടി കൊടുത്തോണ്ടിരുന്നത്. മക്കത്തെ 3 കിലോമീറ്റർ നടന്നിട്ട് ഈ പർവ്വതത്തെ 600 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ഒന്നും ഇല്ലത്തെ സ്റ്റെപ്പിന്റെ ഇപ്പൊ പാകിസ്ഥാനി ഉണ്ടാക്കിയതായിട്ടിരിക്കും. അപ്പോ ഈ പർവ്വതത്ത് കഷ്ടപ്പെട്ടിട്ട് പത്തിയങ്കത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാടാണ് നമുക്ക് നെനപ്പാവിടെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ പർവ്വതത്തിക്ക് പത്തർ. അപ്പൊ ഭർത്താവോടൊട്ടിക്കുള്ളെങ്കത്തെ ആ വലിയ സ്നേഹവും വലിയ ബഹുമാന ആയിട്ടിക്കട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാടെ ഈ പർവ്വതത്തിക്ക് പത്തുവാട്ടെ. അപ്പോ ഏതായാലും ആ പർവ്വതത്തിക്ക് നേരത്തെ ജബലു സൗർ 1.5 ಗಂಟೆ മുട്ട വേണുണ്ടായെങ്കിൽ ഇതിക്ക് 45 മിനിറ്റ് അല്ലെങ്കിൽ 1 ಗಂಟೆರೊಳಗ ഈ പർവ്വതത്തെ മേൽക്ക് പത്തിട്ട് പോണു സാധ്യവുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാദസ്പർശ ആയങ്കത്തെ പർവ്വത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിക്ക് മുന്നಲು ഖൽവത്തിൽ ദച്ചങ്കത്തെ ഗുഹയായിട്ട് ഗാർ ഹിറാ. അപ്പോ വലിയ അത്ഭുതവും മഹത്വവും ഉള്ളെങ്കത്തെ പർവ്വതമായിട്ട് ജബലുന്നൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാല് സ്പർശായങ്കത്തെ കല്ലാണ് അവിടെ ഉള്ളേ. അവിടെ ഉള്ള മറ അവിടെ ഉള്ളെങ്കത്തെ ബാക്കി ഓരോ സാധനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്ത് ആഘോഷിച്ചെങ്കത്തെ ജാഗയായിട്ട് അതല്ല. അപ്പൊ അതെല്ലാം പത്തുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ഓർമ്മ പണ്ട്. അതുപോലെ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാടെയും നമുക്ക് നെനപ്പാവും. വലിയ അത്ഭുതം ഉള്ളെങ്കത്തെ അത്ഭുതകരമായ പർവ്വതായിട്ടിക്കട് ആ പർവ്വത. അപ്പൊ ഏതായാലും ഇക്കട്ട് ഹിറാ ഗുഹയ്ക്ക് ഞങ്ങൾ പത്തുമ്പോ ലോകത്തെ വെളിച്ചാക്കിങ്കത്തെ പരിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയായിട്ട് വന്നെങ്കത്തെ വലിയ മഹത്വ ഉള്ളെങ്കത്തെ ഒരു ഗുഹ. ലോകത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഥമ പാഠശാല ആയിട്ട് ഹിറാ ഗുഹ. ആ ഗുഹയുടെ ഉൾക്കാണ് ഞങ്ങൾ ഇപ്പൊ പോയോണ്ടുള്ളേ. നുബുവത്തുക്ക് മുന്നಲು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയ ശസ്ത്രക്രിയ ആക്കിയെങ്കത്തെ ഒരു ജാഗയും കൂടിയായിട്ട് ഈ പ്രകാശത്തെ പർവ്വത ജബലുന്നൂർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഇഖ്റ ചൊന്തു.
അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചൊല്ല മാ അനബിക്കാരി എന്നൊക്കെ ഓതുക പണ്ടില്ല. 2-3 വട്ടം ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണിച്ചു കൂട്ടിയിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം ചൊല്ലെ ആദ്യത്തെ 5 സൂക്ത ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പടിപ്പാട്ടി കൊടുത്തಂಕತ್ತ ആ ഒരു ರಂಗ ಎಲ್ಲ ಹಿರಾ ಗುಹೆയുടെ ഉൾഗ പോകുമ്പോ നമുക്ക് ನೆನಪಾവുಡು. അതിൽ ഉൾഗ പോണുകു കഷ്ടിച്ചിട്ട് ഏതായാലും അതിൽ ഉൾഗ പോണുകു സാധ്യമാവുಡು. ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പോയെങ്കിത്ത ആ ഗുഹയുടെ നമുക്ക് കാണുക സാധ്യമാവുಡು. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ അവിടെ അവതരിപ്പിക്കരുത്. ആ ഖുർആന്റെ സൂക്തം കൊണ്ടാണ് ലോകം മൊത്തം വെളിച്ചവിടെ. യൂറോപ്പിടെ കണ്ണ് തുറന്നിടെ ആ പരിശുദ്ധമായ ഖുർആന്റെ സൂക്തം കൊണ്ടായിട്ടിക്കട്. യൂറോപ്പിലെ ആൾമാരെ വർക്ക് കെടുത്തിയെങ്കത്തെ സൂക്ത പരിശുദ്ധമായ ഖുർആൻ. ശാസ്ത്ര ലോകത്തെ കവാട ഓപ്പണാക്കിയെങ്കത്തെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിക്കത്തെ ജാഗയായിട്ടിക്കത്. സാഹിത്യ സൗന്ദര്യത്തെ വിസ്മയ ലോകത്ത് പടിപ്പാട്ടി കൊടുത്തെങ്കത്തെ ലോകത്തുള്ള ബുദ്ധിജീവികളെയും സാഹിത്യകാരന്മാരെയും ലോകത്തുള്ള എല്ലാ ആൾമാരെയും അത്ഭുതപ്പെടുത്തിയെങ്കത്തെ ഏറ്റവും വിസ്മയകരമായ സൂക്തവും അധ്യായവും ഇറങ്ങുകു തുടക്കം കുറിക്കുക ഭാഗ്യം കിട്ടിയെങ്കത്തെ ഒരു പർവ്വതായിട്ടിക്കട്, ഒരു ഗുഹയായിട്ടിക്കട് ഹിറാ ഗുഹ. ലോകത്തുള്ള എല്ലാ സംശോധന ആക്കടങ്കത്തെ ആൾമാർക്ക് ഇന്ധന കൊടുത്തെങ്കത്തെ അങ്ക് തെരു കാട്ടി കൊടുത്തെങ്കത്തെ വെളിച്ച കാട്ടി കൊടുത്തെങ്കത്തെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുക ഭാഗ്യ കിട്ടിയെങ്കത്തെ ജാഗയായിട്ടിക്കട് ഗാർ ഹിറ. ആ ഗുഹയുടെ തേടിയിട്ടാണ് മുഅ്മിനീങ്ങ അവിടെ ഗത്തരെ. അവിടെ കാണു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആഹാരം എടുത്തോണ്ട് പോണ്ടേ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പർവ്വത അണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പത്തിൽ. അങ്ങനെ അത്ഭുതകരമായ ആ പർവ്വതത്തെ പേരാണ് ജബലുന്നൂർ. അതുകൊണ്ടാണ് ഇത്രയും പ്രയാസമല്ല സഹിച്ചെങ്കത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പ്രയാസമല്ല സഹിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടെ ഭക്ഷണമെല്ലാം കൊടന്നു കൊടുക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുടെ സലാം സലാം ചൊന്നർ ആറുക ഖദീജ ബീവിಗೆ അള്ളാഹു സലാം ചൊന്നറാൻ ചൊന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കണക്കത്തെ സംഭവം എല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ആ ഗുഹയുടെ കീഴിങ്ങനെ ഇലിഞ്ഞു വന്നിട്ട് സ്വന്തം പെഞ്ഞായിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുട്ടാണ് വന്നപ്പോഴാണ് ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ സമാധാനത്തെ പലക്ക ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെന്നു കൊടുക്കൂടെ. കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. നബിയെ നിങ്ങൾ ബേജാറായി പോവണ്ട. അതേസമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട സഹിക്കുക അസാധ്യ ആവുടെങ്കത്തെ സാധാരണ ആൾക്ക് സഹിക്കുക അസാധ്യ ആവുടെങ്കത്തെ വലിയൊരു ഉത്തരവാദിത്വമാണ് എടുത്തോണ്ട് വേണ്ടത്. അതേസമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ മനുഷ്യ. ലോകത്ത് അങ്ങനത്തെ ഒരു നേതാവിടെ കാണുക സാധ്യയില്ല. അപ്പോൾ ഭർത്താവ് ഇങ്ങനത്തെ സന്ദേശം എടുത്തവർ നിനക്കെന്തിಗೆ ആസ്വറ നിനക്ക് കാവലാൻ ചെന്നിട്ടു മനസ്സ് തിരിക്കടല്ല ബേജാറാക്കടല്ല. അവിടെ ഒരു പെഞ്ഞായി കൊടുക്കണമെങ്കിൽ സമാധാനത്തെ പലക്ക ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലു വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. നബിയെ നിങ്ങൾ ഒരിക്കലും അള്ളാഹു പരാജയപ്പെടുത്തല, നിങ്ങൾ ഒരിക്കലും സോത്തുപോവല നബിയെ. ഇന്നക ലതസിലു റഹിമ നിങ്ങൾ കുടുംബബന്ധ ചേർക്കിടാറ്. വതുഖ്രി ലൈഫ നിങ്ങൾ അതിഥി സൽക്കാര ആക്കിടാറ്. വതുഈനു അലാ നവായിബിൽ ഹഖ് പിന്നെ ഹക്ക് കിട്ടുകൊള്ളെങ്കത്തെ ആൾമാർക്ക് നിങ്ങൾ ഹെൽപ്പ് ആക്കിടാറ് സഹായ ആക്കിടാറ്. അങ്ങനെ വലിയ പരോപകാരിയായെങ്കത്തെ വലിയ സഹായ ആക്കിടങ്കത്തെ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബേജാറായി പോകേണ്ട അഗത്യയില്ല. നിങ്ങൾക്ക് അള്ളാഹു സഹായ ആക്കിടാ, നിങ്ങൾ അള്ളാഹു ശക്തിപ്പെടുത്തലാണ് ചൊല്ലെങ്കത്തെ സമാധാനത്തെ പലക്ക അവിടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലു. അങ്ങനെ വേദ ഗൊಂತಿന്നെങ്കത്തെ വറഖത്ത് ഇബ്നു നൗഫൽ ചൊല്ലെങ്കത്തെ ആളമുട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിടെ വിളിച്ചോണ്ട് പോണ്ടു. അങ്ങനെ ഭർത്താവായ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷയല്ല വറഖത്ത് ഇബ്നു നൗഫൽ കേട്ടിട്ട് ചൊല്ലു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക അവതരിച്ചെങ്കത്തെ നാമോസ് അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് നിങ്ങളെ മുട്ട വന്നരെ. നിങ്ങളെ ആൾമാർ ഊടറെ പുറത്താക്കിടാറ് മക്കത്തെ പുറത്താക്കിടാറ്. ആ ടൈമിലും ഇത്ത് ഞാൻ ഇന്നരെങ്ക് നിങ്ങൾക്ക് ഞാൻ സഹായിക്കത്തെ എന്നിട്ട് വറഖത്ത് ഇബ്നു നൗഫൽ ചെന്നപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതത്തിൽ കേൾക്കുക അവ മുഖ്രിജിയവും നണ്ടരായത്തെ ആൾമാർ 40 വർഷത്തോളം അല്ലമീൻ ചൊന്നിട്ട് ഇപ്പൊ വിളിച്ചോണ്ടുള്ളെങ്കിൽ ആൾമാർ നന്റെ ഊടറെ പുറത്താക്കിടാറുണ്ടാ എന്ത് വിഷയം നിങ്ങൾ ചെന്നോണ്ടുള്ള എന്ന് കേൾക്കുമ്പോഴാണ് വറഖത്ത് ഇബ്നു നൗഫൽ ചൊല്ലു അതെ നിങ്ങളെ പുറത്താക്കിടാറ്. കാരണം നിങ്ങളെ ഊടെ ജീവിക്കൂ, നിങ്ങളെ ഊടെ ജീവിക്കൂ ഊടില്ല. നിങ്ങൾ ഈ കൊണ്ടുവന്നെങ്കിൽ